ഹലോ ഗൈസ്, നമ്മുടെ ഒരു ബൊഗൻവില്ല മുമ്പൊരിക്കൽ അൺബോക്സിങ് വീഡിയോ എടുത്തിനല്ലോ. അതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ കാണിക്കാമെന്ന് കരുതി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ എടുത്തുന്നുള്ളൂ കേട്ടോ. എന്തായാലും നമ്മുടെ മുമ്പൊരിക്കൽ നമ്മളിത് വാങ്ങി, എവിടെ നിന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങിയത് ഗ്രീൻ വാല്യൂ പ്ലാൻ ഹൗസ് പറഞ്ഞ ഒരു ടീമിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. തരക്കേടില്ല പറയാം, കൈ കിട്ടിയെന്നത്തെ ഒരു കോലും ഇന്നത്തെ അത് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്നോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതിയതാണ്. അന്നേ നമുക്ക് വാങ്ങിയപ്പോൾ ഒരു തൃപ്തികരമല്ലായിരുന്നു ഈ ചെടിയിൽ നിന്നിട്ട് നമുക്ക് കിട്ടിയത്. കാരണം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് 5 ഉള്ളത് കൊണ്ട് അങ്ങനെ പല ഐറ്റം ഉണ്ട്. അപ്പോൾ കയ്യിൽ നമ്മൾ 5 ഓർഡർ കൊടുത്തപ്പോൾ 5 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 പേ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 4 കിട്ടിയത്. പക്ഷേ ഇതിൽ 5 ഗ്രാഫ്റ്റഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഇലകളും ഇല്ലായിരുന്നു കേട്ടോ. എങ്കിലും നമ്മൾ തിരക്കേടില്ലാതെ നമ്മൾ സൂക്ഷിച്ച് ആ ഒടിഞ്ഞത് നമ്മൾക്ക് നോക്കം കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുരണ്ടി നോക്കിയപ്പോൾ അത് ഉണങ്ങി പോയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മളൊരു ശീല കഷ്ണം എടുത്താണ്. ഇപ്പം അധികം ശീലമൊന്നുമില്ല, ഒരു വൈറ്റ് ശീല എടുത്താണ് നമ്മൾ നമ്മുടേതായ രീതിയിലൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു, കെട്ടി കൊടുത്ത് ടൈറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിതിന് അതിന് ശേഷം നമ്മൾ നല്ലൊരു പോട്ടൊക്കെ മാറ്റി വെച്ചപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. സെറ്റായിട്ടുണ്ട്, വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫ്ലവർ ഇട്ടിട്ടില്ല. ഫ്ലവർ ഇട്ടിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യേണ്ട ഫ്ലവർ ഇട്ടിട്ടുള്ള. അപ്പോൾ എന്താണെന്നറിയില്ല, ഇപ്പോൾ ഒരു നല്ലൊരു 5 ഗ്രാഫ്റ്റ് നമുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. മുകളിൽ 2 അതിൽ 1 ആദ്യം ഒടിഞ്ഞു പോയിട്ടുള്ളതാണ്. മുകളിൽ 2 അടിയിൽ 3 ആയിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ഫ്ലവറിങ് എന്താണെന്ന് അറിയാഞ്ഞിട്ട് വല്ലാത്തൊരു ഇത് പറയില്ലേ, അതുപോലൊരിതാണ്. നല്ല കട്ട വെയിറ്റിംഗ് ആണ്. ഇതൊരു ഹൈബ്രിഡ് ഒരു വെറൈറ്റിയാണ്. ഒരു ഇലയിൽ തന്നെ വേറെ വന്നിട്ടുള്ളതാണ്. എങ്കിലും നമ്മളതിൻ്റെ ഒരു ഫ്ലവറിങ് ഒന്നും വന്നിട്ട് നമ്മളിതിൻ്റെ തുമ്പൊക്കെ മുറിച്ച് അങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയതുകൊണ്ട് തന്നെ നല്ല തളിർപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു സന്തോഷം. നമ്മൾക്ക് ഈ ഗ്രാഫ്റ്റ് നമ്മളൊരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ എത്ര സെറ്റാവും എന്നുള്ളത്. കാരണം അത് കൈ കിട്ടിയപ്പോൾ ഇതാണോ അപ്പോൾ അതെന്നിങ്ങനെ മനസ്സുകൊണ്ടാലോചിച്ചിന് ആരോടും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇപ്പം അതിൻ്റെ ആ ക്ലേ മണ്ണൊക്കെ നമ്മളങ്ങോട്ട് ഒഴിവാക്കി ഫുള്ള് സെറ്റാക്കി. പക്ഷെ പിന്നെയാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ആ ക്ലേ മണ്ണ് ശരിക്കും ഒഴിവാക്കാൻ പാടില്ല. കാരണം അത് ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ സാധ്യത ഉണ്ട്. നമ്മൾ അന്നത്തെ ഒരു പൊട്ടത്തരത്തിന് ഒഴിവാക്കിയതാണ് കേട്ടോ. പക്ഷേ എങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് ഒറ്റൊന്നും പോയില്ല കേട്ടോ. ഗ്രാഫ്റ്റ് ഒന്നും പോയതുമില്ല. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോട്ടിങ്സൊക്കെ മാറ്റി നല്ല സെറ്റാക്കി വെച്ചതുകൊണ്ടാണ് തോന്നുന്നു നമ്മളെ കയ്യിൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്ലവർ വരുമ്പോൾ എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. നല്ല അടിപൊളിയാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. 5 ഗ്രാഫ്റ്റും 5 പോയിക്കാരം നല്ല ഹെൽത്തി ആയിട്ടുള്ള തന്നെ ഉണ്ട് എല്ലാ ഗ്രാഫ്റ്റഡും. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതൊക്കെ ചിലതൊക്കെ പിടിച്ചിട്ടുണ്ട്, ചിലതൊക്കെ പോയിട്ടുണ്ട്, ഫെയിലായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട്. കണ്ടില്ല എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഒരു ഇതൊന്ന് ഹെൽത്തി ആയിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് കിട്ടിയ ഇന്നത്തതുമായിട്ടുള്ളൊരു ഡിഫറൻറ്റ് നോക്കും. അന്നൊരു ഗ്രാഫ്റ്റ് പിടിപ്പിച്ചത് തന്നെ അവർ സെയിൽ ചെയ്യായിരുന്നു. ഇതിൻ്റെ തളിർപ്പിലൊക്കെ ഒരു മൊട്ട് പോലൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് വലിയ ഐഡിയ ഇല്ല. എങ്കിലും അങ്ങ് അവിടെ വെച്ചിട്ടുണ്ട്. സൂപ്പറായി വരും എന്നാണ് പ്രതീക്ഷ. ഈ ഗ്രാഫ്റ്റിലൊന്നും ഒടിഞ്ഞിരുന്ന് കണ്ടില്ല. നമ്മൾ വൈറ്റ് ശീല വെച്ച് കൊടുത്തതാണ്. ശീല കൊണ്ട് നല്ല ടൈറ്റാക്കി കെട്ടിയതാണ്. ടൈം കഴിഞ്ഞാൽ അതെടുത്ത് ഒഴിവാക്കിക്കൊണ്ട് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു 2 വർഷമെങ്കിലും അവിടെ വെക്കണം ഈ ഗ്രാഫ്റ്റ് ചെയ്ത് ഇത് എന്നാണ്. കാരണം അതിൻ്റെ ഭാരം കൊണ്ട് ഒടിഞ്ഞു പോകുന്നൂടായില്ല. ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ വരും. ഇതൊക്കെ നമ്മുടെയൊക്കെ ഇങ്ങനെ ഹൈബ്രിഡുകളൊക്കെയാണ്. ഇനി നമുക്കും വേണം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചൊക്കെ. അത് ഇനി അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചത് തന്നെ. ഫ്ലെയിം റെഡാണ്, നല്ല ഭംഗിയായിട്ട് തന്നെ ഫ്ലവർ വന്നിട്ടുണ്ട്. വരുന്നുള്ളൂ. ഇത് നമുക്ക് കൈ കിട്ടിയതിന് ശേഷം ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാണ്ട്. നമ്മുടെ നാടൻ വെറൈറ്റികളൊക്കെ പൂക്കളൊക്കെ ഇട്ടങ്ങ് അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കാണാനും മഞ്ചായിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഇങ്ങനെ ബൊഗൻവില്ല ഇഷ്ടപ്പെട്ടിരുന്നു. ആദ്യം നമ്മൾ നാടൻ വെറൈറ്റികൾ വെച്ച് തുടങ്ങണം. അപ്പോഴാണ് അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ അറിയുള്ളൂ. ഇങ്ങനെ ഉണ്ട് വീഡിയോ.